أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ضرب الله مثلا عبدا مملوكا لا يقدر على شيء ومن رزقناه منا رزقا حسنا فهو ينفق منه سرا وجهرا هل يستوون؟ الحمد لله بل أكثرهم لا يعلمون. وضرب الله مثلا رجلين أحدهما أبكم لا يقدر على شيء وهو كل على مولاه أينما يوجهه لا يأتي بخير هل يستوي هو ومن يأمر بالعدل وهو على صراط مستقيم. ولله غيب السماوات والأرض وما أمر الساعة إلا كلمح البصر أو هو أقرب إن الله على كل شيء قدير. والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون. ألم يروا إلى الطير مسخرات في جو السماء ما يمسكهن إلا الله إن في ذلك لآيات لقوم يؤمنون. والله جعل لكم من بيوتكم سكنا وجعل لكم من جلود الأنعام بيوتا تستخفونها يوم ضعنكم ويوم إقامتكم ومن أصوافها وأوبارها وأشعارها أثاثا ومتاعا إلى حين. والله جعل لكم مما خلق ظلالا وجعل لكم من الجبال أكنانا وجعل لكم سرابيل تقيكم الحر وسرابيل تقيكم بأسكم كذلك يتم نعمته عليكم لعلكم تسلمون. فإن تولوا فإنما عليك البلاغ المبين. يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون. ويوم نبعث من كل أمة شهيدا ثم لا يؤذن للذين كفروا ولا هم يستعتبون.
وإذا رأى الذين ظلموا العذاب فلا يخفف عنهم ولا هم ينظرون وإذا رأى الذين أشركوا شركاءهم قالوا ربنا هؤلاء شركاؤنا الذين كنا ندعو من دونك فألقوا إليهم القول إنكم لكاذبون وألقوا إلى الله يومئذ السلم وضل عنهم ما كانوا يفترون الذين كفروا وصدوا عن سبيل الله زدناهم عذابا فوق العذاب بما كانوا يفسدون ويوم نبعث في كل أمة شهيدا عليهم من أنفسهم وجئنا بك شهيدا على هؤلاء ونزلنا عليك الكتاب تبيانا لكل شيء وهدى ورحمة وبشرى للمسلمين إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون وأوفوا بعهد الله إذا عاهدتم ولا تنقضوا الأيمان بعد توكيدها وقد جعلتم الله عليكم كفيلا إن الله يعلم ما تفعلون ولا تكونوا كالتي نقضت غزلها من بعد قوة أنكاثا تتخذون أيمانكم دخلا بينكم أن تكون أمة هي أربى من أمة إنما يبلوكم الله به وليبينن لكم يوم القيامة ما كنتم فيه تختلفون ولو شاء الله لجعلكم أمة واحدة ولكن يضل من يشاء ويهدي من يشاء ولتسألن عما كنتم تعملون صدق الله العلي العظيم അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്ത് നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പവിത്രമായ ദിവസം അഫ്ളലു ശുഹൂരി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം എന്ന് വിശേഷിപ്പിച്ച പവിത്രമായ ഒരു മാസത്തിലാണ്. മാസം മുഴുവനും വലിയ പവറുള്ള ദിവസങ്ങളാണ്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പവർ കൂടിയ മാസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പവറുള്ള മാസമാണ് ഷഹ്റുല്ലാഹിൽ മുഹറം. ആ നിലക്ക് ബഹുമാനിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അതിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മുഹറം 9, താസുആ, അതുപോലെ തന്നെ ആശൂറ 10. ഈ 2 ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിൻ്റെ ഈ മാസത്തിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യവും അല്ലാഹു തആല ഏറ്റെടുത്ത് സലാമത്തിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് നിഅമത്തുകൾ ഈ ദിവസം മാത്രമായിട്ട് പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല ഈ ഒരു ദിവസം മാത്രമായിട്ട് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് നമ്മൾ മനസ്സിലാക്കാനും കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസം മാത്രം പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവൻ്റെ
ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അള്ളാഹു തആല നിലനിർത്തുകയും ഇനിയും ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാനും അതിനനുസരിച്ച് ധാരാളമായിട്ട് ശുക്ർ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകമായിട്ട് ലിസിയ വാമനപുരം സഹോദരി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉമ്മയുടെ ആണ്ടിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സുബൈദ കരുവാരക്കുണ്ട് ഈ രണ്ട് സഹോദരിമാർ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഉപ്പയുടെ ആണ്ടിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞു. അല്ലാഹു തആല അവരുടെ ഖബറുടെ സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബെ, അവർ കിടക്കുന്ന ഖബറുടെ നീ സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. സ്വർഗീയ അനുഭൂതി നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. സ്വർഗീയ ഭക്ഷണം കൊണ്ടും സ്വർഗീയ പാനീയം കൊണ്ടും അവരെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഖബറാക്കി മാറ്റണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളാക്കിയ മാതാപിതാക്കൾ റഹ്മാനെ റബ്ബെ, ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ആഫിയത്തും ദീർഘായുസും സിഹത്തും ഖുവ്വത്തും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ വേണ്ടപ്പെട്ട ഞങ്ങൾ ഉസ്താദുമാർ റഹ്മാനെ റബ്ബെ, ഭക്ഷണം തന്നവർ, സഹായിച്ചവർ, നമ്മുടെ ഈ ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് റഹ്മാനെ റബ്ബെ പഠിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ, പ്രായവ്യത്യാസമില്ലാതെ ആളുകളുണ്ട് റഹ്മാനെ റബ്ബെ. റഹ്മാനെ റബ്ബെ, ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസും നീ പ്രദാനം ചെയ്യണം റഹ്മാൻ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രത്യേകിച്ച് പ്രേക്ഷകരായ പ്രത്യേകമായിട്ട് നമ്മൾ അറിയാത്തതുമായ ഒരുപാട് ആളുകൾ, പിന്നെ 1-2 ആളുകൾ പ്രത്യേകമായിട്ട് അവരെ ബന്ധപ്പെട്ട ആളുകളൊക്കെ മരണപ്പെട്ട വിവരം അറിയിച്ചിരുന്നു മുമ്പൊക്കെ റഹ്മാനെ റബ്ബെ. പലരും അങ്ങനെ നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോകുന്നുണ്ടാവും റഹ്മാനെ റബ്ബെ. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനെ, മർഹമത്ത് കൊടുക്കണം റഹ്മാനെ. പരിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടെയാണ് റഹ്മാനെ റബ്ബെ പ്രേക്ഷകർ മുഴുവനും ഖുർആൻ പാരായണം നന്നാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കൂടിയിട്ടുള്ളത്, നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് റഹ്മാനെ റബ്ബെ. എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ, മർഹമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, ഭക്ഷണം തന്നവരിൽ നിന്ന് സഹായിച്ചവർ റഹ്മാനെ റബ്ബെ, പലരും ആരുടെ മണ്ണിൻ്റെ താഴെയാണ് റഹ്മാനെ റബ്ബെ. അവർക്കൊക്കെ നീ എല്ലാം കൊണ്ടും നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്, നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, മർഹമത്ത് കൊടുക്കണേ റഹ്മാനെ. ഖബറാനന്തര ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണം റഹ്മാൻ. അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും വന്നു പോയ എല്ലാവിധ ദോഷങ്ങളും നീ കരിച്ച് കളയണ റഹ്മാനെ. കരിച്ച് കളഞ്ഞ് നീ മാപ്പ് നൽകണ റഹ്മാനെ. നീ അഫ്വ് നൽകണ അല്ലാഹ്, നീ അഫ്വ് നൽകണ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഞങ്ങളിൽ നിന്ന് വന്നു പോയ എല്ലാവിധ ദോഷങ്ങളും നീ കരിച്ച് കളയണ അല്ലാഹ്, നീ കരിച്ച് കളയണ റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഞങ്ങൾ ചെയ്ത വളരെ കുറഞ്ഞ അമലുകളാണെങ്കിലും ഉള്ള അമലുകളിനൊക്കെ നീ സ്വീകരിച്ച് പൊരുത്തപ്പെട്ട് നീ സ്വീകരിച്ച് തൃപ്തിപ്പെട്ട് ധാരാളം പ്രതിഫലം, ധാരാളം ഹസനാത്തുകൾ നീ രേഖപ്പെടുത്തി റഹ്മാനെ റബ്ബെ. ഞങ്ങളൊക്കെ മരിച്ചു ചെല്ലുന്ന സമയത്ത് അത് കാണാൻ, കൺകുളിർമ കാണാൻ നീ തൗഫീഖ് നൽകണ അല്ലാഹ്. സ്വർഗീയ ലോകത്തേക്ക് ഒരുമിച്ച് കൂടാൻ നീ തൗഫീഖ് നൽകണ റഹ്മാനെ, നീ തൗഫീഖ് നൽകണ റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഇരു ലോകത്തും നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുന്നവരെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഈ ദിവസത്തിൻ്റെ, ഈ മാസത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് റഹ്മാനെ റബ്ബെ, ഖിറാഅത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ഓതിയ ഖിറാഅത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പ്രയാസങ്ങളിൽ നീ നീക്കണ റഹ്മാനെ. ഞങ്ങളുടെ വീട്ടിലും മക്കളിൽ ആരോഗ്യത്തിൽ റഹ്മാനെ റബ്ബെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രവർത്തനങ്ങളിലും ഈ എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും ഐശ്വര്യം അഭിവൃദ്ധിയും ഏറ്റി നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഞങ്ങളെ ആഖിബത്തിന് നന്നാക്കി തരണ റഹ്മാനെ. പലരും ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വിവാഹപ്രായത്തിൽ എത്തിയിട്ട് റഹ്മാനെ റബ്ബെ വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണം അല്ലാഹ്, നീ ഖൈർ പ്രദാനം ചെയ്യണം റഹ്മാനെ. രോഗമുള്ളവരുണ്ട് റഹ്മാനെ റബ്ബെ, കടമുള്ളവരുണ്ട് റഹ്മാനെ റബ്ബെ. ഇങ്ങനെ പല നിലക്കും ബുദ്ധിമുട്ട്, മാനസികമായി, പൈശാചികമായി, ശാരീരികമായി റഹ്മാനെ റബ്ബെ പല നിലക്കും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരെയും പ്രയാസങ്ങളിൽ നീക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നീക്ക് സന്തോഷം, ആഫിയത്തും ദീർഘായുസും സിഹത്തും ഖുവ്വത്തും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ദീനീ ഖിദ്മയിലായിക്കൊണ്ട്, ഇബാദത്തിലായിക്കൊണ്ട് റഹ്മാനെ റബ്ബെ, നല്ല റാഹത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ഇബാദത്തിലായിക്കൊണ്ട് കഴിഞ്ഞുകൂടാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരായ മുഴുവൻ ആളുകൾക്കും, മുതിർന്നവർക്കും, കുട്ടികൾക്കും, യുവാക്കൾക്കും റഹ്മാനെ റബ്ബെ ആഫിയത്തും ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ധാരാളം കാലം ജീവിക്കാനും അതുപോലെ തന്നെ ആ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ റാഹത്തോടെ ഇബാദത്തിലായിക്കൊണ്ട് ഈമാനിലായിക്കൊണ്ട് തഖ്വ
തഖ്വയിലായിക്കൊണ്ട് ഇഖ്ലാസിലായിക്കൊണ്ട് ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. റഹ്മാനെ റബ്ബെ, പലരും പല വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് റഹ്മാനെ റബ്ബെ ഞങ്ങൾക്ക് നിന്നോട് ദുആ ചെയ്യല്ലാതെ റഹ്മാനെ റബ്ബെ നിവർത്തിയില്ല. ഈ പരിശുദ്ധ ഖുർആൻ ഖിറാഅത്ത് മുൻനിർത്തിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഓതിയ ഖിറാഅത്ത് കാരണമായിട്ട് റഹ്മാനെ റബ്ബെ ഈ മാസത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നിന്നോട് ചോദിക്കുകയാണ്, ഞങ്ങളെല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. അവർക്ക് വേണ്ടി ഞങ്ങൾക്ക് ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് റഹ്മാനെ റബ്ബെ ഞങ്ങളെ ആഖിബത്തിൽ നന്നാക്കി തരണേ റഹ്മാൻ. അവസാനം നന്നായി മരിക്കുന്ന മുത്തഖീകളിൽ ഉൾപ്പെടുത്തണ റഹ്മാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവാരിൽ നിന്നുകൊണ്ട് സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന സ്വലാത്തും സലാമും ധാരാളം പ്രാവശ്യം പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.